നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഡെൻ്റൽ ഇംപ്ലാൻസിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളിൽ ഇന്നത്തെ വീഡിയോ ഡെൻ്റൽ ഇംപ്ലാന്റ് പേഷ്യൻറ്റിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ്. ഞാൻ എൻ്റെ മുൻപിലുള്ളൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഡെൻ്റൽ ഇംപ്ലാന്റ് വളരെയധികം സംരക്ഷിച്ച് സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ അത് ജീവിതകാലം മുഴുവൻ ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ. നമ്മളുടെ വീട്ടിൽ നമുക്ക് കാറുണ്ട്, ബൈക്കുണ്ട്, മറ്റു പല ഇലക്ട്രോണിക് എക്യുപ്മെൻസും ഉണ്ട്. ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. ഇതിനൊക്കെ പലപ്പോഴും ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എടുക്കും. പല കോൺട്രാക്ട്സ് എഴുതി ഇത് കഴിഞ്ഞ് കൃത്യമായിട്ട് അവരെ കമ്പനിയിൽ നിന്ന് വിളിക്കും. അപ്പോൾ നമ്മളത് അതിൻ്റെ സർവീസ് എൻജിനീയേഴ്സ് വന്ന് മെയിൻറ്റെയിൻ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാറാണെങ്കിൽ നമ്മൾ നേരെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അവരെ മെയിൻ്റനൻസ് വിങ്ങിൽ കാണിച്ച് അവരെ കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യിക്കും. ഇത് പതിവാണ്. നമ്മുടെ ശരീരവും ഒരു ഗ്ലോറിഫൈഡ് മെഷീനാണ്. ശരീരത്തിന് മെയിൻ്റനൻസിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന പോലെ വായിൽ വെക്കുന്ന ഇംപ്ലാൻസിനും അതിൻ്റെ പുറത്ത് വരുന്ന പല്ലിനും ഇതിനൊക്കെ മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. ഞാൻ ഉപമിക്കാറുള്ള കാറിനോടാണ്. നമ്മൾ കാറ് വാങ്ങിക്കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ഞാനിവിടെ കാറിൻ്റെ പടം കാണിച്ചിരിക്കുന്നത്. നമ്മൾ കാറ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് മെയിൻ്റനൻസിന് കൊണ്ടുപോകും. 6 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ 1 മാസം, പിന്നെ 2 മാസം, പിന്നെ 3 മാസം, പിന്നെ 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ കാറ് വളരെ ഭംഗിയായിട്ട് ഓടും എന്ന് പറയുന്ന പോലെ നമ്മുടെ വായിൽ നമ്മുടെ ഇംപ്ലാൻസ് ആണ് നമ്മുടെ കാറിൻ്റെ പോലെയുള്ള കാറിൻ്റെ ആക്സിൽ എന്ന് വിചാരിക്കുക. ഇംപ്ലാൻസ് ആണ് ആക്സിൽ. ഇതിൻ്റെ പുറത്ത് വയ്ക്കുന്ന പല്ലാണ് നമ്മുടെ ടയർ. അപ്പോൾ നമ്മൾ കാറ് മെയിൻ്റനൻസിന് പോകുമ്പോൾ എന്താ ചെയ്യുക? അവർ വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു സംഗതി അത് വളരെ പ്രധാനമായിട്ട് ചെയ്യാറുണ്ട്. വീൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടയറിൻ്റെ പൊസിഷനും അതിൻ്റെ കറങ്ങുന്ന രീതിയും അതിൻ്റെ ആംഗുലേഷനും അതിൽ വരുന്ന പ്രഷറും എല്ലാം അസസ് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് അത് ട്യൂൺ ചെയ്ത് വെക്കുക. ഇതിനെയാണ് നമ്മൾ വീൽ അലൈൻമെൻറ്റ് എന്ന് പറയുക. എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രക്രിയ നമുക്ക് ഡെൻ്റൽ ഇംപ്ലാന്റിലും ഉണ്ട്. അതായത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത ശേഷം നമ്മൾ ക്രൗൺ വെച്ച് കഴിയുമ്പോൾ പേഷ്യൻ്റ് ചവച്ചു തുടങ്ങുന്നതോടുകൂടി ഒരുപാട് ഫോഴ്സ് ഈ പല്ലിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഈ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ പല രീതിയിൽ പല പല്ലുകളിൽ വരും. അപ്പോൾ നമ്മുടെ ഇംപ്ലാന്റിൽ മുകളിൽ വെച്ചിട്ടുള്ള പല്ലിൽ കറക്റ്റായിട്ടുള്ള ഫോഴ്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഇംപ്ലാന്റിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അക്ലൂസൽ കറക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റാണ്. ഏറ്റവും ഇനി നമുക്ക് മെയിൻ്റനൻസിലേക്ക് വിശദമായിട്ട് കിടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ബ്രഷിങ്. 2 നേരം ബ്രഷ് ചെയ്യുക. അത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. 2 നേരം പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക. അതിന് നോർമൽ ടൂത്ത് ബ്രഷ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ പവേർഡ് ബ്രഷ് ആവാം, ഏത് വേണമെങ്കിലും ആവാം. ടൂത്ത് പേസ്റ്റ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പേസ്റ്റ് അതും ഉപയോഗിക്കുക. പിന്നെ ടങ് ക്ലീനിങ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരിടക്കാലത്ത് കുറേ ആൾക്കാർ പറഞ്ഞു നാക്ക് പഠിക്കേണ്ട കാര്യമില്ല, നാവിൻ്റെ മുകളിൽ നമുക്ക് ചില പ്രത്യേകതരം സെൻസറി വില്ലായി എന്നൊക്കെ പറഞ്ഞാൽ സെൻസറി ആയിട്ടുള്ള സെൻസേഷൻ എടുക്കുന്ന ചില ഗ്രന്ഥികളുണ്ട്, ഇതിനെ നമ്മൾ ഡാമേജ് ചെയ്യും, അതുകൊണ്ട് നാക്ക് പഠിക്കരുതെന്നൊക്കെ ഇടക്കാലത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഡെൻ്റൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സായിപ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, നാക്ക് പഠിക്കാൻ പാടില്ല എന്നൊക്കെ. ഞങ്ങളൊക്കെ നാക്ക് പഠിക്കൽ നിർത്തി, സംസാരമൊക്കെ കുഴവഴാന്നായി. അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതാ വരുന്നു അടുത്ത റിസർച്ച് ആർട്ടിക്കിൾ, നാക്ക് പഠിക്കണം, നാക്ക് പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ വായനാറ്റം ഉണ്ടാവും, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അടുത്ത തിയറീസ് വരാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം ഞങ്ങളെല്ലാവരും പറയുന്നൊരു കാര്യം, ബ്രഷിങ്ങിന് ശേഷം നാക്ക് പഠിക്കണം. നാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നാവിൻ്റെ മുകളിലുള്ള ഒരുപാട് ബാക്ടീരിയ ഇതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. നാവിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഡെഡ് സെൽസ് ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതോടുകൂടി ആ ഹെൽത്തി ആയിട്ടുള്ള ഒരു ടങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബ്രഷിങ്ങിന് ശേഷം നാക്ക് പഠിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഫ്ലോസിങ്. സിംഗിൾ ടൂത്ത് ഇംപ്ലാന്റിന് ചുറ്റും ഫ്ലോസ് ചെയ്യാൻ എളുപ്പമാണ്. നാച്ചുറൽ ടൂത്ത് പോലെ ഇരിക്കും, ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ ഈ പടത്തിൽ കാണിച്ചിട്ടുള്ള പോലെ നമുക്ക് ഒരു സിംഗിൾ പല്ലാണ് ഇംപ്ലാന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ചുറ്റും നമുക്ക് ഫ്ലോസിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒന്നിൽ കൂടുതൽ ഇംപ്ലാന്റ് ഉള്ള അവസ്ഥയിൽ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് 2 ഇംപ്ലാന്റ് ഉണ്ട്,
ഇതിൻ്റെ മുകളിൽ 3 പല്ല് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഫ്ലോസിങ് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്ലോസ് കുത്തിക്കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുകയും മോണയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കുക, അങ്ങനെ അനവധി പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഇംപ്ലാൻസ് ഉള്ളപ്പോൾ നമ്മൾ ഫ്ലോസിങ് ചെയ്യരുത്. ഇപ്പോൾ ഈ ഒരു പിക്ചർ കാണിക്കുന്നത് മുകളിലും താഴെയുള്ള പല്ലുകൾ കണക്റ്റഡ് ആയിട്ട് ഇംപ്ലാൻസ് വെച്ചിട്ട് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ഫ്ലോസ് ചെയ്യാൻ സാധിക്കില്ല. ഫ്ലോസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പരാജയപ്പെടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പല്ലുകളുടെ ഇടയിൽ വിടവുകളൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഫ്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യുക? ഇൻ്റർഡെൻ്റൽ ബ്രഷസ് ഉപയോഗിക്കാം. ഈ കാണുന്ന പോലെയുള്ള ഇൻ്റർഡെൻ്റൽ ബ്രഷസ് നമുക്ക് ഉപയോഗിക്കാം, അതിൽ കുഴപ്പമില്ല. ഇൻ്റർഡെൻ്റൽ ബ്രഷ് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപകരണമുണ്ട്. ഇത് അവൈലബിൾ ആണ്, വാട്ടർ പിക്ക് അല്ലെങ്കിൽ വാട്ടർ ഫ്ലോസർ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ഹൈ പ്രഷർ ജെറ്റായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കംപ്ലീറ്റ് നല്ല ഹൈ പ്രഷർ ജെറ്റ് വാട്ടർ ഡെലിവറി ചെയ്തിട്ട് നമുക്ക് പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്ക് മുഴുവൻ ഇളക്കി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ കാർ വാഷിന് കാറ് കൊണ്ടുപോകുമ്പോൾ കാറിന് ചെയ്യുന്ന പോലത്തെ ഒരു പ്രക്രിയയാണത് ശരിക്ക്. ഇതിന് പുറമേ നമ്മൾ 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണണം. ഡോക്ടറുടെ അവിടെ പ്രൊഫഷണലായിട്ടുള്ള ക്ലീനിങ് ചെയ്യും, ഡെൻറ്റൽ ക്ലീനിങ് ചെയ്യും. അതിനുശേഷം ബൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കി ബൈറ്റിലുള്ള ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആയിരിക്കണം, അത് നമ്മൾ ചെയ്യും. ഇതിന് പല ഉപകരണങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതിന് ആർട്ടിക്കുലേറ്റിംഗ് പേപ്പേഴ്സ്, പിന്നെ ചില പ്രത്യേകതരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ. T-സ്കാൻ, അക്ലുസെൻസ് എന്നൊക്കെ പറഞ്ഞ് പല സെൻസേഴ്സ് ഉണ്ട്. ഈ സെൻസർ വായിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണ കടിക്കുമ്പോഴും ആ കടിക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് വരെ ഓരോ പല്ലിൻ്റെ പുറത്തും വരുന്ന ഫോഴ്സ് നമുക്ക് റെക്കോർഡ് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റെക്കോർഡിനെ ബേസ് ചെയ്ത് നമ്മൾ സെലക്റ്റീവായിട്ട് അധികം ഫോഴ്സ് വരുന്ന ഭാഗം ഗ്രൈൻഡ് ചെയ്ത് കളയുകയും ഫോഴ്സ് കുറവുള്ള ഭാഗത്ത് വേണ്ടി വന്ന കുറച്ച് മെറ്റീരിയൽ ആഡ് ചെയ്ത് ആ ക്രൗൺ ബിൽഡ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനൊരു പ്രക്രിയ നമ്മൾ ചെയ്യും. അപ്പോൾ അതോടുകൂടി കറക്റ്റായിട്ടുള്ള ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇംപ്ലാന്റിൻ്റെ മുകളിലേക്ക് വരും. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ മെയിൻ്റനൻസിനെ പറ്റി ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ വേറെ സംശയമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. സംശയമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയിലുള്ള ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു. നന്ദി, നമസ്കാരം.